നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചില്ലി ചിക്കനാണ്. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ, അതിലേക്കൊരു 2 സ്പൂണ് കോൺഫ്ലോർ ഇടാം. വെള്ളം ചിക്കൻ നിറഞ്ഞു വരുന്നതാണ്, അത് കുഴപ്പമില്ല. അത് ചെറിയ തോതിലൊക്കെ വെള്ളമാവാം, ചെറിയ തോതിൽ മതി. കഴിയുന്നത്ര ഡ്രൈ ആയിരിക്കും ശ്രദ്ധിക്കും. ഒരു 1/2 സ്പൂണ് ഉപ്പ്, 1 സ്പൂണോളം ടൊമാറ്റോ സോസ്, ഒരു 1.5 സ്പൂണോളം സോയാ സോസ്, ഒരു 1/2 സ്പൂണോളം ചില്ലി സോസ്, ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കും. ചിലർ ഇതിനകത്ത് ഗരം മസാലയ്ക്ക് ചേർക്കും. അതൊരു ചൈനീസ് പ്രിപ്പറേഷനല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കും. ചെറിയ തോതിൽ വെള്ളമുണ്ടായിരുന്നതുകൊണ്ടും സോയാ സോസുമാണ് നമുക്ക് ഇത്രയധികം ഒരു ലിക്വിഫൈ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നത്. അത് മൈൻഡ് ചെയ്യണം. നന്നായിട്ട് ചിക്കനിൽ ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 to 30 മിനിറ്റ് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 20 മുതൽ 30 മിനിറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം ഒരു ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണ ഉപയോഗിക്കും. അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു മണമുണ്ട്, അത് ഇതിനെ ബാധിക്കും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയുള്ള മിക്കവാറും ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടു. ചിക്കൻ ചെറിയ പീസായിട്ടോ വലിയ പീസായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. എല്ലില്ലാത്ത എടുക്കാം, എല്ലുള്ളത് എടുക്കാം. ഞാനിവിടെ എല്ലുള്ളതും എല്ലില്ലാത്തതും ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഇട്ടു. അത് വെന്ത് വരണം. ഏകദേശം 10-15 മിനിറ്റോളം എടുക്കും. ആദ്യത്തെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റോളം 1.5 മിനിറ്റോളം 2 മിനിറ്റ് ഒന്നും വേണം, 1.5 മിനിറ്റോളം തീ നല്ല ഹൈ ഫ്ലെയിമിൽ നിന്ന് വയ്ക്കുക. അതിനുശേഷം തീ കുറയ്ക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് കൂടി ചിക്കൻ ഇതേ രീതിയിൽ വയ്ക്കുക. അതിനുശേഷം മറച്ചിടുക. മറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഒന്നും കൂട്ടുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ചിക്കൻ നല്ല ബ്രൗണിഷ് കളറിലേക്ക്, നല്ല ബ്രൗണിഷ് കളർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ഓൾറെഡി ബ്രൗണിഷ് കളറാണ്. കാരണം ആ സോയാ സോസ് പോകും, അത് ആ കളറിൽ നിൽക്കും. അതിനേക്കാൾ കുറച്ച് ഡാർക്ക് ആയിട്ട് കളറിലേക്ക് വരും. കോരിയെടുക്കുക ചിക്കൻ വെന്തതിന് ശേഷം. അപ്പോൾ ചിക്കനായി. ചിക്കൻ ഞാൻ കോരി മാറ്റി വെച്ചു. അതേ എണ്ണയിലേക്ക് തീ അതിനെ മാക്സിമത്തിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 1 പച്ചമുളക് വട്ടത്തിൽ ചോപ്പ് ചെയ്ത്, ഇത്രയും സാധനങ്ങൾ ഇട്ടു. വേഗത്തിൽ ഒന്ന് ഇളക്കുക. അധികമൊന്നും ഇളക്കി ഇതാക്കണമെന്നില്ല. ഒരു 2 സെക്കൻഡൊക്കെ 2-3 സെക്കൻഡ് നേരം ഇളക്കിയാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റും സാധനങ്ങളൊക്കെ ഈ എണ്ണയിലേക്ക് നിറക്കും. അതിനുശേഷം അതിലേക്ക് 1 സവോള അല്ലികളായിട്ട് ക്യൂബായിട്ടതിന് ശേഷം അല്ലികളായിട്ട് വെട്ടി എടുത്താൽ മതി. അതെടുത്തത് അതിലേക്ക് ഇട്ടുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മഞ്ചൂരിയൻ ഉണ്ടാക്കിയിരുന്നു, ചിക്കൻ മഞ്ചൂരിയൻ. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം, അതിൻ്റെ വീഡിയോ ലിസ്റ്റിലുണ്ട്.
പ്ലേലിസ്റ്റിൽ കാണും. അതൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിൻ്റെ പഞ്ചസാരയുടെ കുറച്ച് മധുരം ഉണ്ടാവും, ഇവിടെ മധുരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്ന് പുറഭാഗം നമ്മൾ ഇതാക്കാം. അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, കൂടുതലും വേണ്ട. ഒരു തക്കാളിയുടെ പകുതി, രണ്ടും ക്യൂബായിട്ട് അരിഞ്ഞത്. തക്കാളി ഓപ്ഷനാണ്, ഇടണമെന്നില്ല. ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ചിലർക്ക് ആ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് മതിയാവും. അങ്ങനെയുള്ളവർക്ക് അത് ഇടണമെന്നില്ല. അല്ലാത്ത ആൾക്കാർക്ക് ഒരു തക്കാളിയുടെ പകുതി ഇടാം. ഒരു തക്കാളിയും വലിയ തക്കാളി വേണമെങ്കിൽ ആണ് ഞാൻ പറഞ്ഞ ഒരു തക്കാളിയുടെ പകുതി എന്ന് പറഞ്ഞത്. ഒരു തക്കാളി മുഴുവനായിട്ടൊന്നും ഇടണമെന്നില്ല. അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പ്, അധികം വേണ്ട, കാരണം ഇതിൽ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. സോസിൽ ഉപ്പുണ്ടാവും. തീ ഇപ്പോഴും മാക്സിമം തന്നെയാണ്. ഒന്ന് ഇളക്കുക. ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക്, നമ്മൾ ചിക്കൻ വറുത്തതിൽ കുരുമുളക് ഇട്ടിരുന്നു, അത് കൂടാതെ 1 സ്പൂണ് കുരുമുളക്. കുരുമുളക് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കും സോസ് കഴിക്കും. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 സ്പൂൺ വീതം ടൊമാറ്റോ സോസ്, 1 സ്പൂണ് ചില്ലി സോസ്, 1 സ്പൂണ് സോയാ സോസ്. ഇത്രയും സാധനങ്ങളുടെ കൂടെ ഒരു 1/2 സ്പൂൺ വിനാഗിരി, 1 സ്പൂണ് വെള്ളവുമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഒന്ന് ഇളക്കുക. തീ ഇപ്പോഴും മാക്സിമത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം തീയിൽ ചെയ്യാമോ അത്രത്തോളം തീയിൽ ചെയ്യാം. പൊതുവെ ഈ ചൈനീസ് സ്റ്റൈലിലുള്ള ഡിഷുകളൊക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ പച്ചക്കറിയൊന്നും വെന്ത് വരണമില്ല, ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി. ഈ ഒരു പൊസിഷനിൽ 1 കപ്പ് വെള്ളം, വീണ്ടും ഒന്ന് ഇളക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ വറുത്ത് പോയി വെച്ചേക്കുന്ന ചിക്കൻ പൊടിയോടുകൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കുക. വെള്ളം നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. വെള്ളം നന്നായി തിളച്ചു വരും. വെള്ളം നന്നായി തിളച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറും 2 കപ്പ് വെള്ളം, അതായത് 1ന് 2 എന്നുള്ള രീതിയിൽ 1 സ്പൂണ് കോൺഫ്ലവറിലേക്ക് 2 സ്പൂണ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കുക. അപ്പം തന്നെ കറി അല്പം കട്ടിയിലായിട്ട് വരും. അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇളക്കുക. മൂന്നാമത്തെ ട്രിപ്പ് ഒഴിച്ചു. ഇങ്ങനെ ഒരു 3 വട്ടമായിട്ട് 2-3 വട്ടമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റും. ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 2
പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്കിടാം, ഒന്ന് ഇളക്കുക. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ്, സോസ്, മുളക് ഈ സാധനങ്ങളൊന്നും നോക്കാം. ഉപ്പ് ചുളിയാവാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, മല്ലിയിലിട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ചില്ലി ചിക്കൻ റെഡി. ഇത് നമുക്ക് ചപ്പാത്തിക്കോ റോട്ടിക്കോ എന്തിനു വേണമെങ്കിൽ കൂട്ടാം. കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടോടെ അടച്ചു വയ്ക്കും. നിങ്ങളിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കാണും. ഇത് തണുക്കും തോറും അത് കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം വല്ലാതെ അണങ്ങാൻ അനുവദിക്കേണ്ട, ഒരുവിധം ചൂടിൽ ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടിൽ തന്നെ ഉപയോഗിക്കണം. പക്ഷെ നല്ല ചൂടിൽ ഇതിൻ്റെ ചെറിയൊരു എന്താ പറയുക, കൊഴുപ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഒന്ന് തണുത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാം. ഇത്രയുമാണ് ഒരു ചില്ലി ചിക്കൻ.